ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്ന ഭാഗം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണോ മറ്റുള്ളവരെ അളക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്കും അളന്നു കിട്ടുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി പബ്ലിക് പെർഫോമൻസ്, അതായത് പൊതുവേദിയിൽ ഒരു പ്രസംഗമോ ഒരു പാട്ടോ ഒരു നൃത്തമോ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് കണ്ട് അതിനെ കളിയാക്കാനോ അല്ലെങ്കിൽ അത് നോക്കി ചിരിക്കാനോ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇതുപോലെ വന്ന് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ പൊതുവേദികളിൽ ആ കാര്യം അവതരിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മുടെ വിചാരം, നമ്മൾ പൊതുവേദികളിൽ പ്രസംഗിക്കുകയോ പാട്ടുപാടുകയോ അല്ലെങ്കിൽ നൃത്തം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരും എന്നെ നോക്കി ഇതുപോലെ തന്നെ ചിരിക്കത്തില്ലേ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്ന അതേ വിധിയാൽ തന്നെ നമ്മളും വിധിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക, അവരോട് നന്മയായി പെരുമാറുക, അപ്പോൾ നിങ്ങൾക്കും നന്മ ലഭ്യമാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളർന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അതായത് നമ്മൾ കൊടുക്കുന്നത് ഒരു അപ്രിസിയേഷൻ ആണെങ്കിൽ അത് നിറച്ചളർന്ന് നമുക്ക് കിട്ടും. സ്നേഹമാണെങ്കിൽ അത് അതുപോലെ അതിന് ഇരട്ടിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ കരുണയാണെങ്കിൽ അത് അതുപോലെ തന്നെ അതിന് ഇരട്ടിയായിട്ട് കിട്ടും. ഇനി ദുഷ്ടതയാണെങ്കിലോ അതും അതുപോലെ തന്നെ ഇരട്ടിയായിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ അസൂയയും വഞ്ചനയുമാണെങ്കിലോ അതും അതുപോലെ തന്നെ കിട്ടും. അപ്പൊ നമ്മൾ എന്താണോ നിറച്ച അളന്ന് കൊടുക്കുന്നത് അത് തന്നെയാണ് ഇരട്ടിയായിട്ട് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത് നന്മ മറ്റുള്ളവർക്ക് നൽകുകയും നന്മ തന്നെ കൊയ്യുകയും ചെയ്യാം. അങ്ങനെ നന്മ വിതച്ച് നന്മ കൊയ്യുന്ന നല്ല മക്കളായിട്ട് ഈ നോമ്പ് കാലത്ത് മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.